ഭക്തി താ ജഗദംബേ പ്രേമം താ ജഗദംബേ. പ്രേമസ്വരൂപികളും ആത്മസ്വരൂപികളായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. വാസ്തവത്തിൽ നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതെല്ലാം ബോധപൂർവം ചെയ്യുക എന്നതാണ് യോഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ശീലിച്ചാൽ പിന്നീട് ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ പോലും ബോധത്തോടെ തന്നെ ഇരിക്കാൻ നമുക്ക് സാധിക്കും. നമ്മളിൽ ആന്തരിക ശാന്തി വളരണമെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ അതിന് യോജിച്ച രീതിയിലായിരിക്കണം. ഇവിടെയാണ് യമനിയമങ്ങളുടെ പ്രസക്തി. യമനിയമങ്ങൾ ജീവിതത്തിൽ അച്ചടക്കവും മൂല്യങ്ങളും കൊണ്ടുവരും. അതിനായി യോഗയോടൊപ്പം യമനിയമങ്ങളും ശീലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് ചിത്തശുദ്ധി നേടാൻ നമ്മളെ സഹായിക്കും. അവയോടൊപ്പം ആസനങ്ങളും പ്രാണായാമവും അഭ്യസിച്ചാൽ ധാരണ, ധ്യാനം എന്നീ പടികൾ കടന്ന് സമാധി അനുഭവം വരെ നമുക്ക് എത്താൻ കഴിയും. ധാരണ എന്നാൽ മനസ്സിനെ ഏകാഗ്രമാക്കാൻ പരിശീലിക്കുക എന്നതാണ്. അതിലൂടെ നല്ല ഏകാഗ്രത വന്നാൽ മറ്റു ചിന്തകൾ നമ്മളെ പിടിക്കാതെ മനസ്സൊരു വസ്തുവിൽ തന്നെ ഉറച്ചിരിക്കും. അതിനെയാണ് ധ്യാനം എന്ന് പറയുന്നത്. ഏത് ധ്യാനം ശീലിച്ചാലും മനസ്സിൻ്റെ ഏകാഗ്രതയാണ് ലക്ഷ്യം. ഇഷ്ടതയുടെ രൂപം അതിനുള്ളൊരു ഉപാധിയാണ്. കൊച്ചുകുട്ടികൾ നടക്കാൻ തുടങ്ങുന്ന ഭിത്തി കൈപിടിച്ച് നടക്കുന്നത് പോലെ ഇഷ്ടദേവയുടെ രൂപത്തിൽ ധ്യാനിക്കുന്നതെന്ന് പറയും. ആദ്യം മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്ക് ഒരു സപ്പോർട്ട് വേണം. അപ്പം നീന്ത് പഠിക്കാൻ പോകുമ്പോൾ ആദ്യം നമ്മൾ റബ്ബർ വച്ച് വീർപ്പിച്ചാലെ പുറത്തോടി ഇട്ടുകൊണ്ട് നമ്മൾ നീന്ത് പഠിക്കണം. ഒരാളെ പിടിച്ചുകൊണ്ട് നീന്ത് പഠിക്കുന്നു. കരയ്ക്കൂടെ നമുക്ക് നീന്ത് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ ഒരു ഉപാധിയിൽ ആദ്യം ശീലിച്ച് പിന്നെ അതങ്ങ് ഒരു മാറ്റാം. നീന്ത് പഠിച്ചു കഴിഞ്ഞാൽ അതങ്ങ് ഒരു മാറ്റാം. തുടക്കത്തിൽ ഈ ഇഷ്ടമൂർത്തിയുടെ രൂപം കൊണ്ടും ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് സപ്പോർട്ടിന് ആവശ്യമാണ്. ഏകാഗ്രത കിട്ടി കഴിഞ്ഞാൽ ബാഹ്യരൂപത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ താൻ അതായി തീരുകയാണ്. ബിസ്ക്കറ്റിൽ ഐസ്ക്രീം നിറച്ച് വെച്ചിരിക്കുന്നവർ രണ്ടും മധുരമാണ്. പുറത്തും മധുരം, അകത്തും മധുരം എന്ന് പറയുന്നത്. അതാണ് കൃഷ്ണൻ അധരം മധുരം മദനം മധുരം കസ്തമധുരം. അങ്ങനെ പിന്നെ മധുരാധിപതി രാഘവമധുരം, വേണൂറ് മധുര, രേണൂർ മധുര എന്നൊക്കെ നമ്മൾ പാടുമല്ലോ. പിന്നെ അവരിതെല്ലാം മധുരമാണ് മറ്റുള്ളവർക്ക് കിട്ടുകയുള്ളൂ. നടന ഏത് വേഷം കെട്ടിയാലും ആൾ മാറുന്നില്ലെന്ന് എപ്പോഴും പറയുമല്ലോ. അതുപോലെ ഒരു ഈശ്വരനുണ്ട്. അത് അനന്തമാണ്, ആത്മാവാണ്. സർവശക്തിന് ഏത് രൂപം എടുക്കാം. വെള്ളം ഐസാകുന്നത് പോലെ സഗുണവും നിർഗുണവും ഇത് എടുക്കാം. പക്ഷെ എന്നാൽ ഒന്നിൻ്റെ വിവിധ ഭാഗങ്ങളാണ്. ജ്ഞാനത്തിൽ എല്ലാം അതിൽ നിന്നുണ്ടായതാണ്. ജ്ഞാനത്തിൽ ഏകത്വം കാണാൻ, ഏകത്വം ജ്ഞാനത്തെ കാണാം. ആ ഒരു ഭാവത്തിൽ നമ്മൾ ഇഷ്ടദേവതയുടെ രൂപത്തിൽ ധ്യാനിക്കണം. എല്ലാവർക്കും ഇഷ്ടം കൊണ്ട് ഇഷ്ടം തോന്നുന്ന ഈശ്വര രൂപമാണ്. ഇഷ്ടദേവത എങ്ങനെ നിറ ചൈതന്യമാണെന്ന് മനസ്സിലാക്കണം. ഓരോരുത്തർക്കും കൃഷ്ണനോടും ശിവനോടും അല്ലെങ്കിൽ മുരുകനോടും ഇങ്ങനെ ഓരോ രീതി ഉണ്ടല്ലോ. ഇന്ന് സെക്യൂരിറ്റി വെച്ചിരിക്കുകയാണ്. അന്നത്തെ സെക്യൂരിറ്റി എല്ലാ വീടുകളിലും ഒരു കാവും കുളവും ഒരു കുരിശാലയും കാണും. അവർക്കൊരു ദേവീ സങ്കല്പങ്ങളും കാണും. അതാണ് അവരുടെ ശരിക്കുള്ള സെക്യൂരിറ്റി. ആ ദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത്. ഓരോ ജാതിക്കാർ അത് അവരുടെ രീതിയിലുള്ള രൂപങ്ങളും ഭാവങ്ങളും വെച്ച് ധ്യാനിക്കാനുണ്ട്. ഇങ്ങനെ കുറേ സങ്കല്പം വേണം. എന്നാൽ ഓരോന്നിനും ഓരോ ഭാവമുണ്ടല്ലോ. ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആളെ നോക്കുമ്പോൾ അതിനൊരു ഭാവത്തിൽ നമുക്കങ്ങനെ തോന്നും. ശോകമുള്ളൊരു ഫോട്ടോ കാണും, നമുക്ക് ഒരു ശോകം തോന്നും. അപ്പം അതുപോലെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ദേവതയ്ക്ക് ഒരു മന്ത്രം, ദേഷ്യത്തിൻ്റെ മന്ത്രം വേറെ, അങ്ങനെ പല പല ഈ ദേവതകൾക്ക് മന്ത്രങ്ങൾ വേറെയാണ്. അങ്ങനെ പല രീതികൾ വന്നിരിക്കുന്നത്. എന്നാലും എല്ലാം ഒന്നിൻ്റെ വിവിധ മുഖങ്ങളാണ്. അടിസ്ഥാന തത്വം മനസ്സിലാക്കി വേണം നമ്മൾ ഇഷ്ടദേവതയിൽ മനസ്സ് ധ്യാനിക്കേണ്ടത്. ക്ലാസ്സിൽ ഭൂഗോളം എടുത്ത് വെച്ച് അതിൽ ലോകം മുഴുവനും നമ്മളതിൽ കാണുന്നു. അതുപോലെ 5 അടിയോ 6 അടിയോ ഉള്ള ഇഷ്ടരൂപത്തിൽ നമ്മൾ ലോകം മുഴുവനും കാണും. അതോടൊപ്പം തന്നെയും കാണുന്നു പ്രപഞ്ചത്തിലെ നാമരൂപങ്ങളെല്ലാം അടിസ്ഥാനം ആത്മാവാണ്.
ഞാൻ ആത്മസ്വരൂപമാണ്, എന്നിലെല്ലാം ഉണ്ട് എന്ന് ജ്ഞാനത്തോടെ ധ്യാനിക്കണം. ഉപ്പ് കടലിട്ട് അലിഞ്ഞില്ലാതാകുന്ന പോലെ രൂപം ബ്രഹ്മത്തിൽ ലയിക്കും. അങ്ങനെ സകല ചിന്തകളടങ്ങി മനസ്സ് നിശ്ചലമായി തീരുന്ന അവസ്ഥയാണ് സമാധി എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ധ്യാനിക്കുന്ന ആളും ധ്യാന വിഷയവും ഒന്നായിത്തീരുന്നു. സമാധിയിൽ മനസ്സ് ശുദ്ധബോധത്തിൽ ലയിക്കുന്നു. അവിടെ ശുദ്ധബോധം മാത്രം അവശേഷിക്കുന്നു. ആ അനുഭവം പരമമായ ശാന്തിയാണ്. ഇത് പറയുമ്പോൾ അമ്മ ഒരു കഥ ഓർക്കുകയാണ്. ഒരിക്കൽ പാർവതി പരമേശ്വരനോട് പറഞ്ഞു, അങ്ങ് ലോകം മുഴുവൻ ഭിക്ഷയ്ക്കായി ചുറ്റിത്തിരിഞ്ഞ് പോയാൽ ഞാൻ ഒറ്റയ്ക്കാകത്തില്ലേ? അങ്ങ് സമാധി ലയിച്ചു കഴിഞ്ഞാൽ അങ്ങക്ക് ലോകത്തിൽ ദുഃഖം ഉണ്ടായില്ലെന്നും വരാം. എനിക്ക് അങ്ങനെയല്ല, അങ്ങയെ വേർപിരിഞ്ഞിരിക്കുന്നത് എനിക്ക് ദുഃഖകരമാണ്. അതുകൊണ്ട് സമാധി അഭ്യസിക്കാൻ എന്നെ കൂടി പരിശീലിപ്പിക്കണം. എന്നാൽ ശിവൻ പാർവതിയോട് പറഞ്ഞു, പത്മാസനത്തിലിരുന്ന് കണ്ണുകളടച്ച് മനസ്സിനെ അന്തർമുഖമാക്കാൻ പാർവതിയോട് പറഞ്ഞു. ദേവി പത്മാസനത്തിലിരുന്ന് ധ്യാനമഗ്നിയായി. പരമശിവൻ പാർവതി ചോദിച്ചു, ഇപ്പോൾ എന്ത് കാണുന്നു? പിന്നെ പാർവതി പറയാണ്, അങ്ങയുടെ രൂപം മനസ്സിൽ കാണുന്നു എന്ന് പറയും. അപ്പോൾ പരമശിവൻ പറഞ്ഞു, ആ രൂപത്തെയും കടന്നു പോകൂ. പിന്നെയും പരമശിവൻ ചോദിച്ചു, ഇപ്പോഴെന്ത് കാണുന്നു? അപ്പോൾ പാർവതി പറഞ്ഞു, പ്രകാശം കാണുന്നു. പരമശിവൻ അതിനെ അതിക്രമിക്കൂ, ഇപ്പോഴോ എന്ന് വീണ്ടും പരമശിവൻ പാർവതിയോട് ചോദിക്കുകയാണ്. ഓങ്കാരനാഥം മാത്രം പാർവതി പറഞ്ഞു. പിന്നെ വീണ്ടും പരമേശ്വരൻ പറഞ്ഞു, അതിനപ്പുറം പോകൂ. പരമേശ്വരൻ ഇപ്പോഴെന്താണ് അനുഭവം? പക്ഷെ പാർവതി ഒന്നും വേണ്ടിയില്ല. പാർവതിയുടെ മനസ്സും വ്യക്തിത്വവും വിലയിച്ചു പോയിരുന്നു. അവിടെ ചോദ്യം കേൾക്കാനോ ഉത്തരം പറയാനോ ആരും ഉണ്ടായില്ല. മനസ്സിനും വാക്കിനും ബുദ്ധിക്കും എത്തിച്ചേരാനാകാത്ത തലത്തിൽ സമാധിയിൽ ശിവരൂപമായി ദേവി ഐക്യം പ്രാപിച്ചു കഴിഞ്ഞിരിക്കും. അവിടെ പിന്നെ രണ്ടില്ല. നിത്യേനയുള്ള യോഗാനുഷ്ഠാനം നമ്മൾ നിറയ്ക്കുന്ന ഊർജ്ജോന്മേഷം വളരെയേറെയാണ്. അതിൻ്റെ പൂർണ്ണതയിൽ ഈ ലോകത്തിലുള്ള സകലതും ആത്മസ്വരൂപമായി കാണാൻ നമുക്ക് സാധിക്കും.
കര കാണാത്തൊരു കരുണ അലയിളകും നൻപിൻ പെരുമാ നിലയറിയാത്ത നിതാന്ത നിയോഗം നിലയറിയാത്ത നിതാന്ത നിയോഗം അറിയുകയൻ ഗുരുവേ. Amma once said that the only reason the world is still here and hasn't been completely annihilated is due to those of us who are doing their spiritual practices, meditating, praying, crying to God. With the world in such upheaval and darkness gaining so much ground that our hearts are being broken every day, what more can we do as her children, listening to her wisdom with thirsty hearts and trying like 2-year-olds to follow all of her compassionate guidance? Swamiji, you sometimes share an insight or even one word that our precious mother may have let fall near you, and it can make all the difference for the rest of us, inspiring and fine-tuning our desire to help. Does anything come to your heart around these thoughts? That was the purpose of this retreat, and that was the purpose of choosing that topic. Love is the answer to your question. There is nothing else, nothing more than that, nothing beyond that. Love. Give love. Let your policy not be to take love. Let our life be rooted in love. Of course, what you said is correct. Whatever little consciousness humanity has is only because of great masters such as Amma. Because they had a choice. They are the only ones who have a choice. Human beings, we don't have a choice. None of the creation has a choice. They have to go through what they have to go through. They have to go through whatever is destined to happen in their life. Even a country has prarabdha. Not just human beings, the totality of the vasanas of the entire population of the country, the past, that's the prarabdha of the country. So none of us can escape from that. However, whatever little consciousness we have is only because of great masters such as Amma, because they chose to be with us. They could have just disappeared, because in reality, they are neither love or lovelessness, neither compassion or lack of compassion, absence of compassion, which means they are transcendental in nature. And it is only out of sheer compassion, pure love, that Amma decided to be with us. That's a sankalpa. There should be something for them to hold on to so that they can remain here. Amma was very, very particular about singing bhajans continuously during Devi Bhava or Krishna Bhava. If you take a longer time, if the pause is longer than normal, she used to be like Kali. And it happened once. I was singing, and then Amma was so beautiful, looking so beautiful. So I just gazed at her and I forgot to sing the next song. And there was a longer pause. In a split second, before I could realize anything, there was a roar. Ah! And right in front of me, Amma stands. She got up from the pidham. Standing right in front of me, Kali. But when I looked at her, I did not feel any fear. I just smiled. And seeing my smile, Amma went back. In fact, it is not anger. Even the good picture of Kali dancing on Shiva, Lord Shiva.
her tongue is protruded. But if you look at her eyes, it's filled with compassion. It's filled with love. So the fierce aspect, the fierce form is only a mask. It's just a tiny, thin veil. There is only love, there is only compassion. So I asked Amma why, she did that, why she is so specific, so particular about this continuous singing, and Amma said, that's how I keep my body here. Maybe this is just an explanation for we who think are intellectual, the so-called intellectuals. Even if she explained the real principle behind that, I would not have understood anything. Just as when Amma speaks, we don't understand anything. When Amma says self-realization, consciousness, all-pervading consciousness, Satchidananda, what do we understand? We don't understand anything. But we so, oh my God, Satchidananda, oh my God. But what is Satchidananda? It's incomprehensible. So, whatever little bit of consciousness humanity has is only because of their compassion. What is our own experience? It's Amma. Just imagine your life without Amma in your life. I cannot even conceive of such a life. I would have been nothing. I would have been a beggar. I would not have achieved anything in my life. I would not have understood the true meaning of love, the true meaning of God. And then Amma also inspires us to be a little flames. And we try to become small flames of love. And you are right, yes. It's because of us also. Because we have lighted a candle of our own from the sun of Amma. From the self-luminous sun. So keep that flame ablaze. Let it grow. Let it become brighter and brighter.